ആദ്യകാലത്തെ ഒരു LED TV ആണ്. LED 24 ഇഞ്ച്. ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഒരു 24 ഇഞ്ച് സോണിയുടെ പണ്ടത്തെ LED TV. ഇതിൻ്റെ പഴക്കവും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. 24 KLV 24R 402 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഇത് 2013 സെറ്റാണ്. ആദ്യകാലത്തെ ഒരു LED. പിന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 2025 ഏതാണ്ട് ഒരു 12 വർഷത്തിന് മേളിൽ പഴക്കം, 12-13 വർഷത്തോളം പഴക്കമുണ്ട്. പഴക്കമുള്ള സെറ്റാണോ? അത്രയും വർഷം പഴക്കമുള്ള സോണിയുടെ TV ആണ്. മെയ്ഡ് ഇൻ മലേഷ്യ. അപ്പോൾ ഇത് നമ്മൾ ഓണാക്കി കാണിക്കാം. ഓണാക്കുമ്പോൾ എന്താണെന്ന് എനിക്ക് ഈ കംപ്ലൈൻ്റ് അങ്ങ് മനസ്സിലായിട്ടില്ല. ഒത്തിരി പഴയ മോഡലല്ലേ. പച്ചലൈറ്റ് കത്തുന്നു. പച്ചലൈറ്റ് കത്തി സോണിയിൽ നിന്ന് വരികയില്ല. വരാതെ തന്നെ 1, 2, 3, 4 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നു. ഒന്ന് നോക്കാം. 1, 2, 3, 4 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തു. അപ്പോൾ സെറ്റായിരിക്കാം. ചകചക കഴിച്ചു പൊട്ടപ്പൊട്ടി കഴിച്ചു. അധികം സ്ക്രൂ ഒന്നും ഇല്ല. 6 സ്ക്രൂ ഉള്ളൂ. എല്ലാം ഒരേപോലത്തെ സ്ക്രൂ ആണ്. എന്നാ പാത്രം ഇതിനകത്തിട്ടോ. കംപ്ലൈൻറ്റ് കണ്ടല്ലോ, 4 പ്രാവശ്യം റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യണം. ആദ്യം നമുക്കൊന്ന് മദർ ബോർഡ് മാത്രം നോക്കാം. മദർ ബോർഡ് കംപ്ലൈൻ്റ് ആണെങ്കിലും ഇത് തന്നെ ഉണ്ടാകാമല്ലോ. പെട്ടെന്ന് സ്പീഡിലായിരിക്കും. എന്നാലേ പെട്ടെന്ന് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. പള്ളിക്കുടത്തിനെ പോലെ സമയം വെച്ച് വെല്ലടിച്ച് പിടിയല്ല. പണി തീർന്നാലേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാട്ടുകാർ നമ്മളെ ഓടിക്കും. പള്ളിക്കുടത്തി ക്ലാസ്സിലൊക്കെ 1 മണിക്കൂറൊക്കെ കയറി ഇരുന്ന് കഴിയുമ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത പീരീഡാണ് ഈ 1 മണിക്കൂറിന് ഒരു 10 മണിക്കൂറിൻ്റെ ഇത് തോന്നും. നല്ല ഇഷ്ടമുള്ള ചില സാറന്മാരൊക്കെ ഉണ്ട്. നല്ല ഫിസിക്സ് പഠിപ്പിക്കുന്ന സാറ്, മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന സാറ്, പിന്നെ മലയാളം പഠിപ്പിക്കുന്ന സാറ്. മലയാളം പഠിപ്പിക്കുന്ന സാറന്മാരൊക്കെ നല്ല കഥയൊക്കെ പറഞ്ഞ് നല്ല രസമാണ്. അതൊക്കെ സമയം പോകുന്ന അറിയില്ല. എന്നാൽ നമുക്ക് വേറെ ചില സാറന്മാർ വന്നു കഴിഞ്ഞാൽ എന്നാണേലും നമുക്ക് മണിക്കൂറുകൾ പോകുന്ന അറിയില്ല. ഇത് മണിക്കൂറുകൾ 1 മണിക്കൂർ 10 മണിക്കൂറായിട്ട് തോന്നും. അപ്പോൾ സ്ക്രൂ എല്ലാം അടിച്ചു കഴിഞ്ഞല്ലോ. ഇത് നമുക്ക് പൊക്കാം. ലോക്ക് അയക്കുന്ന സാധനം ഞാൻ. ഇത് സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് ഇതിൻ്റെ മൂലയെല്ലാം കുത്തി തിരിയിരിക്കുക. എൻ്റെ പൊന്നെ, ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇത് തുറക്കുന്നത്. ഇത് തുറക്കാൻ ഇതിന് ടൂളൊക്കെ ഉണ്ട് കറക്റ്റായിട്ട്. ഇതുപോലത്തെ ടൂളുണ്ട്. ഈ ടൂള് വെച്ചാൽ തുറക്കുന്നത്. ഇതുകൊണ്ട് ഈ സൈഡ് മൊത്തം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇപ്പോൾ ആര് ചെയ്താണെന്നുണ്ട് കുത്തി ഇവിടെ ഈ സൈഡ് മൊത്തം കുത്തി അതിൻ്റെ സാധനം എല്ലാം പോയിരിക്കും. നല്ലപോലെ ഒന്ന് പിടിച്ചു കുത്തി പൊട്ടിച്ചിരിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ലോക്ക് എടുത്ത് ടിക് ഇത്ര ഉള്ള സാധനം. ഇത്ര സിമ്പിളായിട്ട് എടുക്കാവുന്ന സാധനമാണ് ഈ കുത്തി എടുത്തിരിക്കുന്നത്. അതാണ് എക്സ്പീരിയൻസ് ഇല്ലായ്മ, അതാണ് വിവരമില്ലായ്മ എന്ന് പറയുന്നത്. നമ്മളൊരു ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ജോലിയെ ചെയ്യാവുള്ളൂ. നമ്മൾ എന്തെങ്കിലും കാണുന്ന എല്ലാ സാധനത്തേലും കയറി കളിച്ചു കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. മുതലിന് ചൂടുണ്ടായത് ചെയ്യല, അത്രേ ഉള്ളൂ. അപ്പം നമുക്കൊരു ബോർഡ് ആദ്യം മാറി വെച്ച് നോക്കാം. ഇതാണ് എൻ്റെ മദർ ബോർഡ്. നമുക്ക് ഈ മദർ ബോർഡ് പെട്ടിയിൽ കാണും. അപ്പോൾ നമുക്ക് പെട്ടിയിൽ പോയി തപ്പാം. ഒരു പെട്ടി പെട്ടിയിലല്ല. പെട്ടി മാറ്റി വേറൊരു പെട്ടി, വലിയ പെട്ടി.
30 422B ആണ്. അതല്ലല്ലോ, അത് എ അല്ല സെറ്റ്, എ സെറ്റ് 482B. ഇത് KLV40 ആണ്. 40 ഇഞ്ചിൻ്റെയാണ്, 32 ഇഞ്ചിൻ്റെയാണ്, 32R, എല്ലാം 32 ആണ്. 24 ആണ് നമുക്ക് വേണ്ടത്. 24 ഇത് 49 ആണ്. 22 ആണ്. ഫോർനോട്ട് ഗുഡ്. ഇതാണ്ട് കിട്ടി. KLV 24R 402A. അതെല്ലാം നോക്കി, എൻ്റെ മോഡൽ നമ്പർ പോയി നോക്കി. അല്ലേ? 402A. അപ്പോൾ അവനെ നമ്മൾ കിട്ടി. ബോർഡ് കിട്ടി, നമ്മളെടുത്ത് വെക്കുകയാണ്. ധരിച്ചതിൻ്റെ സ്ട്രിപ്പിൻ്റെ ആ സാധനമെല്ലാം കളഞ്ഞല്ലോ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ആ സ്ട്രിപ്പൊക്കെ അകത്തുനിന്ന് എടുക്കണോ? സ്ട്രിപ്പ് ഇനി എന്നെ ചെയ്യുമോ അതൊക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞു? ഇപ്പോൾ ഓണായി നിൽപ്പുണ്ട്. പടം കാണും. ബാക്ക് ലൈറ്റിൻ്റെ സ്ട്രിപ്പ് പറിച്ച് കളഞ്ഞുകൊണ്ട് പടം വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സെറ്റ് നമുക്കൊന്ന് ചാനൽ മാറ്റിയിട്ടോ കയറപ്പ് നിൽക്കുന്നു. സെറ്റ് ഓണായി നിൽപ്പുണ്ട്, ലഞ്ച് ചെയ്യുന്നില്ല, ബോർഡ് പോയതാ. പക്ഷേ ആവശ്യമില്ലാതെ അഴിച്ച് അതൊക്കെ അതുകൂട്ടി സ്ട്രിപ്പൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്നറിയാം. ഒരിക്കൽ കുഴപ്പമില്ല, കറക്റ്റ് ആ സാധനം ഏറ്റു. പാനലിൽ എന്തോ ഒരു ദിവസം നിന്നിട്ടുണ്ട്, നോക്കാം. പാനലിൻ്റെ ഒന്ന് ക്ലീൻ ചെയ്യാൻ റബ്ബർ തന്നെ. ആ പാനലിലോട്ടുള്ള സ്ട്രിപ്പും ഊരിയ കുഴപ്പമായിരുന്നു, അതും ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഓടയും കൊടുക്കും ഓടയും അതൊന്നും ഇതേ വലിയ പവർ ഓഫ് ചെയ്തു, ഓൺ ചെയ്തു,
പക്ക ആയിട്ടുണ്ട്. ഓക്കെ ആയിട്ടുണ്ട്. ഫോട്ടോ നോക്കിക്കോ. കളറൊക്കെ എല്ലാം ഓക്കെ. ഇനി മ്യൂസിക്. ഓണാക്കി. പണ്ട് കാർന്നന്മാർ പറയും മുറിവേദ്യന് ആളെ കൊല്ലുന്നു. ഈ ടി വി അയച്ചപ്പോൾ ഇത് കണ്ടു, ഇതിൻ്റെ റബ്ബറെല്ലാം ചാടിച്ച് വെച്ച് ചുരുട്ടി കൂട്ടി അടിയിലോട്ട് വിട്ടിരിക്കുകയായിരുന്നു. ഇത് സ്പീക്കർ കിടന്ന് വൈബ്രേഷൻ ഇടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള റബ്ബറായിരുന്നു. നിങ്ങളൊന്ന് കാണണ്ടായിരുന്നു. ഇപ്പം ഞാനത് പിടിച്ചു വെച്ചു. പിന്നെ എൻ്റെ പാനലിൻ്റെ സ്ട്രിപ്പ് ഇതെല്ലാം ഇവിടെ പറിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ബാക്ക് ലൈറ്റിൻ്റെ സ്പ്രിക്കിൻ്റെ ഈ ബാക്കിൽ വരുന്ന ബ്ലൂ കളറുള്ള സാധനമേ അവിടെ ഇല്ലായിരുന്നു. അതൊക്കെ ഞാൻ പുതിയ ഫിറ്റ് ചെയ്തു. ഇപ്പോൾ പുതിയ ബോർഡ് നമ്മളെടുത്ത് വെച്ചു. സെറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും കൊണ്ട് സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മൾക്ക് അറിയാവുന്നവർക്ക് കൊടുക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നശിച്ചു പോകും സാധനം. നല്ല അറിയാവുന്ന എന്തുമാത്രം നല്ല ടെക്നീഷ്യന്മാരുണ്ട്, ഇപ്പോഴും ഉണ്ട് നല്ല പ്രാക്ടീസുള്ള. അത് ഏതെങ്കിലും ഏൽപ്പിക്കുക. ഈ പുതുതായിട്ടിപ്പോൾ ഈ വീടുകളിൽ അപ്പോൾ ഈ ആൾക്കാരെ ഈ വീടുകൾ വന്ന് നന്നാക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ വന്ന് വീട് നന്നാക്കുന്നവനാ. അവന് പണി അറിയാവുന്ന ആരും വീട്ടിൽ പോയി നന്നാക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇരിക്കുന്നിടത്ത് സാധനം വരും. വന്ന് ക്യൂ നിൽക്കും സെറ്റ് ചെയ്യാൻ പണി അറിയാമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ സാധനത്തിനൊരു വില ഉണ്ടെങ്കിൽ പിന്നെ ഇത് കുഴപ്പമില്ല, പറ്റുമെങ്കിൽ പറ്റട്ടെ, പോകുന്ന പോട്ടെ എന്നുള്ളൊരു ചിന്ത നമുക്കാണെങ്കിൽ ഇതൊന്നും വിഷയമില്ല. ഇതിപ്പോൾ ഈ സെറ്റ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ മദർ ബോർഡ് പോയതായിരുന്നു. ഈ സോണിയുടെ 24 ഇഞ്ച് ടി വി അവസാനം വിൽക്കുമ്പോൾ അതിന് 20,000 രൂപ വിലയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് കൂട്ടൊരു ടി വി കിട്ടണമെങ്കിൽ കവർ ഇട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ സ്പെയർ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇത് ആദ്യത്തെ നമ്മുടെ 24 ഇഞ്ച് സെറ്റായിരുന്നു. നല്ല പാനലാണ്. ഇതിപ്പോൾ ഇത് കണ്ടോ, ഫുൾ ലോക്കാണ്, സ്ക്രൂ കുറവാണ്. ഇവിടെ എല്ലാം ലോക്ക് സിസ്റ്റമാണ്. ഇത് തുറക്കാൻ അറിയത്തില്ല. ഇതിൻ്റെ സൈഡ് മൊത്തം കുത്തി കളഞ്ഞിരിക്കുക. ഇതിൻ്റെ സൈഡ് മൊത്തം സ്ക്രൂ ഡ്രൈവർ വെച്ച് കുത്തി പൊക്കിയിരിക്കുക. അങ്ങനെയൊന്നും അല്ല മക്കളെ ഇത് വരുന്നത്. ഇതിനെല്ലാം അതിൻ്റേതായ ഒരു ടൂൾസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ 402 എന്ന് പറയുന്ന സെറ്റ്, ഇതിൻ്റെ പ്രായം മനസ്സിലായല്ലോ, 18 വയസ്സുണ്ട്. കാരണം ഈ 18 വയസ്സുള്ള 20 വയസ്സുള്ള മെക്കാനിക്കാണ് ഇതൊക്കെ കയറി പണിയുന്നത്. അവൻ്റെ ചേട്ടൻ്റെ പ്രായമായതിൽ പറഞ്ഞ മനസ്സിലല്ല, അല്ല അവൻ്റെ അനിയൻ്റെ പ്രായമാണ്, അവൻ്റെ പ്രായമാണ് ഈ ഉള്ള സെറ്റായത്. ഇതേ പണിയുമ്പോൾ കുറച്ച് ബഹുമാനത്തോടെയൊക്കെ പണി കേട്ടോ, വെറുതെ കാശ് കളയാതെ. എന്നിട്ട് ഇതെല്ലാം പോയി കഴിയുമ്പോൾ അത്രയും രൂപ ആവുമോ എന്ന് ചോദിച്ച് വരരുത്. അത്രയും രൂപ ആവുമോ അതിന്? അയ്യോ, ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷയില്ലാത്തവരൊക്കെ കുത്തിപ്പറിക്കല്ലോ. ഒരു സ്കൂട്ടർ എറിഞ്ഞു, ചെറിയ ഫ്ലാറ്റ് സ്കൂട്ടർ എറിഞ്ഞു, ഇതും ശരി. അപ്പോൾ ടി വി റെഡിയായിട്ടുണ്ട്. 402A 12 വയസ്സുള്ള ടീനേജുകാരനാണ്. ഇപ്പോഴും അതിൻ്റെ പിക്ചർ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കി. അടിപൊളി ടി വിയാണ്, അടിപൊളി. വില ഇച്ചിരി കുറഞ്ഞെന്ന് പറഞ്ഞാൽ അതർ ബ്രാൻഡ് മേടിക്കാൻ പോകുന്നവർ, അല്ലെങ്കിൽ ഈ സോണിയുടെ 24 ഇഞ്ചും 32 ഇഞ്ചൊക്കെ കയ്യിലുള്ളവർ റിപ്പയർ ചെയ്തോണം. ചെറിയൊരു പ്രശ്നം, പാനൽ പോയാൽ പോലും പുതിയ പാനൽ വെച്ചോണം. കാരണം അതിൻ്റെ ബാക്കി എല്ലാ സാധനവും, ബോഡി, സ്പീക്കർ, എവറിത്തിങ്, ബോർഡുകൾ എല്ലാം സൂപ്പർ ക്വാളിറ്റിയാണ്. ഇപ്പോൾ വരുന്ന ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന നോയിഡ ടി വികൾക്ക് ഒരു ക്വാളിറ്റി ഇല്ല. ലോക്കൽ പണ്ട് ഡൽഹി അസംബിൾ റേഡിയോ വരുന്ന പോലത്തെ ക്വാളിറ്റിയേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ വില വെച്ച് നിങ്ങൾ ഒരിക്കലും സോണിയുടെ ടി വിയോ LGയുടെ ടി വിയോ സാംസങ്ങിൻ്റെ ടി വിയോ ഒന്നും കമ്പയർ ചെയ്യില്ല. സോണിയോ സാംസങ്ങോ LGയോ പാനൽ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ പാനൽ മാറി ഉപയോഗിക്കുക. അതർ ബ്രാൻഡുകൾ, നോയിഡ ബ്രാൻഡുകളായ അതർ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ A to Z. ഇപ്പോൾ സോണിയുടെ ടി വി, സാംസങ്ങിൻ്റെ ടി വി, LGയുടെ ടി വിയൊക്കെ പാനൽ പോയാൽ പോലും നിങ്ങൾ പാനൽ മാറി ഉപയോഗിക്കുന്നതാണ് നല്ലത്.
അല്ല ഇപ്പം നോയിഡയിൽ ഉണ്ടാക്കി വരുന്ന നമ്മൾ ഈ ലോക്കലായിട്ടുള്ള ടി വികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ വിലയായിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യല്ല. ഇത് 18 വർഷമായിട്ട് ഈ ടി വിയെ കാണുന്ന ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി നിങ്ങൾ കണ്ടോ. ഇപ്പോൾ ഒരു പുതിയ നോയിഡ ടി വി പോയി മേടിച്ചാലും നമുക്കിത് കിട്ടുകയില്ല. പേരൊന്നും പിന്നെ ഞാൻ പറയുന്നില്ല, എല്ലാ പല സൈസ് പേര് ടി വികൾ വരുന്നുണ്ട്, ഒരിടത്തുണ്ടാക്കി പലയിടത്ത് കൊടുക്കുന്നുണ്ട്, അതെന്തും ആയിക്കോട്ടെ. അപ്പോൾ ആ ടി വിയുടെ വില വെച്ച് ഈ ടി വി നമ്മൾ കമ്പയർ ചെയ്യല്, ഈ ടി വികൾ നിങ്ങൾ കമ്പയർ ചെയ്യല്. അപ്പോൾ ഒരു കാരണം നിങ്ങൾ എപ്പോഴും ഓർത്തോളുക, ഇങ്ങനെയുള്ള സോണി ടി വിയൊക്കെ കൈ ഇരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അത് കളയാതെ സൂക്ഷിച്ചുപയോഗിക്കുക. ഇപ്പോൾ സോണിയുടെ ഒരു നല്ല ടി വി കിട്ടണമെങ്കിൽ 35,000 രൂപ കൊടുക്കണം. 24 ഇഞ്ചൊന്നും ഇപ്പോൾ സോണി ഇറക്കുന്നില്ല, 32 ഇഞ്ച് മാത്രം ഇറക്കുന്നു, അതിന് 35,000 രൂപ വിലയാണ്. അപ്പോൾ അത്രയും വിലയുള്ള ടി വിയാണിത്. അപ്പോൾ ഈ ടി വി റെഡിയാക്കി ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം സന്തോഷം, നന്ദി. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുള്ളൂ. അപ്പോൾ എപ്പോഴും നല്ല ബ്രാൻഡുകൾ ആണെങ്കിൽ നമ്മളത് കളയാതെ റിപ്പയർ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. മോശം ടി വികളൊക്കെ ആണെങ്കിൽ കളയുക, നന്നാക്കിയാലും ശരിയാകത്തില്ലാത്തത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം.